തിരുവനന്തപുരം കല്ലമ്പലത്ത് വിവാഹ വീട്ടിൽ അതിക്രമിച്ചു കയറി വധുവിന്റെ പിതാവിനെ അടിച്ചുകൊന്നു. വടഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇന്നലെ അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ നവവധുവിന്റെ പിതാവിനെയും കുടുംബത്തെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ പിതാവ് രാജു കൊല്ലപ്പെട്ടു. മർദ്ദനത്തിൽ വധുവിനും മാതാവിനും പരിക്കേറ്റു. ഞാൻ ഫസ്റ്റ് ഡോറ് തുറന്നിറങ്ങി അപ്പുറത്തെത്തിയപ്പോൾ മാമന് ബാത്റൂമിൽ ചെവര് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഒരാളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് താങ്ങിയിരിക്കുന്നു. മറ്റേ ചിക്കു എന്ന് പറയുന്ന പയ്യൻ ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മാമി ഇവനെ പിടിച്ചു മാറ്റുന്നു. അവിടെ വേറെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിടിച്ചു മാറ്റുക ചെയ്യുന്നു. അവരെല്ലാം ഉപദ്രവിക്കാൻ വേണ്ടി യുവമാരിങ്ങനെ നിൽക്കുകയാണ്. കൺവെട്ടി കൊണ്ട് തലക്കടിക്കുകയാണ് ചെയ്തത്. ആ ഒരൊറ്റ അടിയിൽ മാമൻ വീണുപോയി. ഇവനെ ഉപദ്രവിക്കുകയാണ്. അതിനുള്ള എല്ലാവരും ഇങ്ങനെ പിടിച്ചു. അപ്പം ഞാനും ചെന്ന് പിടിച്ചു. അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിയും വലിയായി. അവിടെ ഒരു മമ്മട്ടിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവനെ അടിക്കുന്നത്. അവസാനം എന്നെ അടിച്ചതും ഈ മമ്മട്ടിയാണ്. സംഭവത്തിൽ പ്രതികളായ ജിഷ്ണു, സഹോദരൻ ജിജിൻ, സുഹൃത്തുക്കളായ ശ്യാം, മനു എന്നിവരെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. ജിഷ്ണു കൊല്ലപ്പെട്ട രാജുവിന്റെ അയൽവാസി കൂടിയാണ്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും വിവാഹോലോചന ആൾക്ക് ഇഷ്ടമില്ല, അത് അവനക്ക് ഇഷ്ടാവാത്തത് കൊണ്ട് ഇവിടെ വന്ന് ബലം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തിൽ അച്ഛൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയം തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെ കാരണമെന്നും പ്രതികരിച്ചു. എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ആ മുഴുവൻ നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ്. മരിച്ച കുടുംബത്തോടൊപ്പമാണ് മരിച്ച പെൺകുട്ടിയുടെ പിതാവും ആ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഈ ഗവൺമെൻറ്. അവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരം 3:30യോടെയാണ് മൃതദേഹം വടശ്ശേരിക്കോണത്തെ രാജുവിന്റെ വസതിയിൽ എത്തിച്ചത്. വിവാഹ പന്തലിൽ നിന്ന് കൂട്ട നിലവിളി ഉയരുന്ന കാഴ്ചകൾക്കാണ് പിന്നീട് ഒരു നാട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പൊതുവ്യക്തി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കത്തെ ശക്തിയുക്തം എതിർക്കുമെന്ന് മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ തുടർ പരിപാടികൾ ആലോചിക്കുവാൻ വെള്ളിയാഴ്ച മുസ്ലിം ലീഗ് യോഗം ചേരും. ഭരണപരാജയങ്ങൾ മറച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. പൊതുവ്യക്തി നിയമ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം അടിയന്തര യോഗം ചേർന്നത്. മോഡിയുടെ വാക്കുകൾ ദുരൂഹത നിറഞ്ഞതാണെന്നും നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണ്. അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രാജ്യത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ് പുറകോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അതിനെ പൊളിറ്റിക്കലായിട്ടും ലീഗലായിട്ടുമൊക്കെ അതിനെ നേരിടാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളൊരു തീരുമാനമാണ് ഇന്നുണ്ടായത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്. ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്ത സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഒരു സീറോ നേട്ടം കൈവരിച്ച ഗവൺമെന്റിന്റെ വാസ്തവത്തിൽ ആളുകളെ ഫുള്ളാക്കുന്ന ഒരു നടപടിയാണിത്. അത് വളരെ ശക്തിയായി പാർട്ടി എതിർക്കും. കർണാടക തെരഞ്ഞെടുപ്പ് പരാജയം, പ്രതിപക്ഷ ഐക്യം, ഭരണപരാജയം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ മറികടക്കാനാണ് ഈ വിഷയം ഉന്നയിക്കുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഭരണപരാജയം, പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിന്റെ പുതിയ ഉദയം, കർണാടക ഇലക്ഷന്റെ ഇമ്പാക്ട്, ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തുരുപ്പ് ഷീറ്റ് വീണ്ടും എടുത്തു നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. വെള്ളിയാഴ്ച ചേരുന്ന യോഗത്തിൽ എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന പാർട്ടി അന്തിമ തീരുമാനമെടുക്കും. സമുദായ സംഘടനകളുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഐക്യം ലീഗ് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പൊതുവ്യക്തി നിയമത്തിനായി പ്രധാനമന്ത്രി നിലപാടെടുത്തതിന് പിന്നാലെ കടുത്ത എതിർപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. അടിയന്തര യോഗം ചേർന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിഷയം ചർച്ച ചെയ്തു. നിയമ കമ്മീഷന് മുന്നേ ശക്തമായി എതിർപ്പ് ഉന്നയിക്കാനും കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുമാണ് തീരുമാനം. മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതാണ് പൊതുവ്യക്തി നിയമമെന്ന് വ്യക്തി നിയമ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. ഇന്നലെ ഭോപ്പാലിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പൊതുവ്യക്തി നിയമത്തിനായി പ്രധാനമന്ത്രി നിലപാട് എടുത്തത്. പൊതുവ്യക്തി നിയമത്തെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി. എല്ലാ മതവിഭാഗങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും സംഘടനകളുമായും ചർച്ച നടത്തണം.
സമവായം ഉണ്ടാക്കി വേണം പൊതുവ്യക്തി നിയമം നടപ്പാക്കാനെന്നും AAP ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ വടക്കൻ ജില്ലകളിൽ നാളെയും മഴയുണ്ടാകും. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. ഇന്ന് പെയ്ത മഴയ്ക്ക് കണ്ണൂർ എയർപോർട്ടിലുള്ള റോഡായത്, റോഡിന് കൂടി വണ്ടി പോകുന്ന വഴിയായത്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം റോഡായത്. സംസ്ഥാനത്ത് ആശങ്കയായി H1N1 കേസുകൾ ഉയരുന്നു. ഇന്നലെ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണവുമായി 14 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. പനിബാധിതരുടെ എണ്ണവും ഉയരുകയാണ്. 12,776 പേർ ചികിത്സ തേടി. 138 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ആശങ്ക പടർത്തിയാണ് H1N1 കേസുകൾ ഉയരുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്കാണ്. രോഗലക്ഷണങ്ങളുമായി 14 പേരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. ഈ മാസം ഇതുവരെ 175 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ബാധിച്ച 9 പേർ മരിക്കുകയും ചെയ്തു. ഈ മരണക്കണക്ക് കൂടിയാണ് H1N1 കേസുകൾ ഉയരുമ്പോൾ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നത്. മറ്റൊന്ന് ഈ പനി ബാധിതരുടെ എണ്ണം തന്നെയാണ്. അതും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ വരുമ്പോൾ 12,776 പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ 138 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അടുപ്പിച്ച് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നും ഈ പകർച്ചപ്പനി ബാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം 2000-ന് മുകളിലാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിലുള്ള ഈ പകർച്ചപ്പനി അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ശുചീകരണ യജ്ഞമടക്കം സ്കൂളുകളിലും ഒപ്പം സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ കേസുകൾ ഉയരുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് H1N1 കേസുകളും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്നത്. കിലോഗ്രാമിന് 100 രൂപ കടന്ന് സംസ്ഥാനത്ത് തക്കാളി വില. 100 മുതൽ 120 രൂപ വരെയാണ് പൊതുവിപണിയിൽ തക്കാളിയുടെ വില. മലയാളികളുടെ അടുക്കളയിൽ എന്നും തക്കാളി താരമാണ്. തക്കാളി ചമ്മന്തി മുതൽ ചിക്കൻ കറി വരെ തക്കാളി ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയാണ് തക്കാളി വില. പോയ ഒരാഴ്ചയ്ക്ക് വേണമെങ്കിൽ 50 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഡബിളായി. ഇപ്പോൾ 100 രൂപ അതിൻ്റെ വിലയായി. 100 രൂപ ആയിരുന്നിരുന്നാലും പെട്ടിയുടെ കണക്ക് നോക്കുമ്പോൾ 100 രൂപ മുതലേ ആകും. പെട്ടി വന്ന് 1250 രൂപ പെട്ടി വന്നപ്പോൾ 2400 2500 വിലയാണ്. 100 രൂപയ്ക്ക് മുകളിൽ പെട്ടി വിലയാകും. ചില്ലറ വിലയാകും. ചില്ലറയ്ക്ക് 100 രൂപയാണ് വിൽക്കുന്നത്. 4 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ തക്കാളി വില 60 രൂപ, ഹോർട്ടികോർപ്പിൽ 62 രൂപ. ഇന്നലെ അത് ഇരട്ടിയിലധികമായി. ചാല ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ 100 മുതൽ 120 രൂപ വരെ ഈടാക്കുമെങ്കിൽ ഹോർട്ടികോർപ്പും ഒട്ടും പിന്നിലല്ല. 99 രൂപയാണ് 1 കിലോ തക്കാളിയുടെ വില. സംസ്ഥാനത്തേക്ക് തക്കാളി എത്തുന്ന ആന്ധ്രാപ്രദേശിലെ കുർണൂൾ, ചിറ്റൂർ, വിജയവാഡ എന്നിവിടങ്ങളിൽ തക്കാളിയുടെ ചില്ലറ വിൽപ്പന കിലോയ്ക്ക് 100 രൂപയായി. ബംഗളൂരുവിൽ നിന്ന് തക്കാളി എത്തുന്നതും ഗണ്യമായി കുറഞ്ഞു. കച്ചവടങ്ങൾ വളരെ ബാധകമല്ലേ? അത് 100 രൂപ സാധനം വാങ്ങിക്കാൻ കൊണ്ടുവന്നാൽ ഒന്നും കാണില്ലല്ലോ. എന്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ അവർക്ക് ഒന്നും കൊണ്ടുപോകാനൊക്കില്ല. അതേപോലെ തന്നെ ഇഞ്ചിക്ക്, അതേപോലെ പച്ചമുളകിന് 3 സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം വിറ്റ് കൊണ്ടുവരണം. കുടുംബം വിറ്റ് കൊണ്ടുവന്നാലേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാതെ ആ കണ്ടീഷനിലായി. ശമ്പളക്കാർക്കാണെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷം തക്കാളിയുടെ വില 120 രൂപ വരെയായിരുന്നു. പിന്നീട് കുറഞ്ഞ വില ഇപ്പോഴാണ് ഇങ്ങനെ കൂടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് ഇനിയും കുറഞ്ഞാൽ ഇവിടെ വില വീണ്ടും കൂടും. 100 കഴിഞ്ഞ് തക്കാളി വില കുതിക്കുകയാണ്. ഈ പോക്ക് പോയാൽ സാധാരണക്കാരന്റെ സാമ്പാറിനും രസത്തിനുമൊക്കെ തക്കാളി അന്യമാകും. വിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. KH ബാബുജാനെതിരെ ആരോപണവുമായി വീണ്ടും കായംകുളത്തെ ഫേസ്ബുക്ക് കൂട്ടായ്മ ചെമ്പട. നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി ലഭിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തത് KH ബാബുജാൻ എന്നാണ് ആരോപണം. നിഖിൽ തോമസ് ഫോൺ എറിഞ്ഞുകളഞ്ഞു എന്നത് കള്ളമാണ്. ആരെ സംരക്ഷിക്കാനാണ് ഈ മൊഴി പോലീസ് വിഴുങ്ങിയത് എന്നും ചെമ്പട വിമർശിക്കുന്നു.
കായംകുളത്തെ CPM ഗ്രൂപ്പുകളുടെ പ്രധാന ആയുധമാണ് ചെമ്പട, കായംകുളത്തിന്റെ വിപ്ലവം എന്നീ ഫേസ്ബുക്ക് പേജുകൾ. ഇവയിലൂടെ തന്നെയാണ് അടുത്തിടെ കായംകുളത്തെ പാർട്ടിയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഗാർഹിക പീഡന പരാതിയും വ്യാജ ഡിഗ്രി വിവാദവുമൊക്കെ പുറത്തുവരുന്നത്. വിവിധ വിഭാഗങ്ങളുടെ നാവായി നിന്ന് പോരടിക്കുന്ന ഈ നവമാധ്യമ കൂട്ടായ്മകളിൽ ചെമ്പടയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS ബാബുജാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിഖിലിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിച്ചതും കോളേജ് മാനേജറെ ഭീഷണിപ്പെടുത്തി അഡ്മിഷൻ വാങ്ങിയതും ബാബുജാനാണെന്നാണ് ആരോപണം. പാർട്ടി ഓഫീസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിഖിലിനെ നിയോഗിച്ചത് ബാബുജാനാണെന്നും ചെമ്പട പറയുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് നിഖിൽ തോമസ് ഫോൺ എറിഞ്ഞു കളഞ്ഞുവെന്നത് കള്ളമാണ്. ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ഈ മൊഴി വിഴുങ്ങിയത്? 3 ദിവസമായി CCTV പരിശോധിച്ചിട്ടും തെളിവ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉന്നയിക്കുന്നു. നിഖിലിന്റെ ഫോൺ ലഭിച്ചാൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ പലതും പുറത്തുവരും. കേസ് വഴിതെറ്റാനുള്ള കാരണവും ഈ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. തെളിവുകൾ നിഖിലിന്റെ ഫോണിലുണ്ട്. BK എന്നറിയപ്പെടുന്ന നേതാവിന് LLMന് എങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്നും പിന്നിൽ ബാബുജാനാണെന്നും പോസ്റ്റ് വ്യക്തമാക്കുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ തന്നെ വെട്ടിലായി നിൽക്കുന്ന ജില്ലയിലെ പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതാണ് കായംകുളത്തെ CPM നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടിയുള്ള ഈ സൈബർ പോരാട്ടം. ന്യൂസ് 18 ആലപ്പുഴ. കൈതോലപ്പായയിലെ പണം കടത്ത് ആരോപണത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ADGP MR അജിത് കുമാറിന് കൈമാറി. വിവാദത്തിൽ മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്കും CPIM നേതൃത്വത്തിനും എതിരെ ഇന്നും പ്രതിപക്ഷവും BJPയും രംഗത്തെത്തി. UDF നേതാവ് ബെന്നി ബെഹനാന്റെ പരാതിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് കൈമാറിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ വിജിലൻസിനെയോ ക്രൈംബ്രാഞ്ചിനെയോ ഏൽപ്പിക്കാനാണ് സാധ്യത. അതീവ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നതെന്നും എന്തുകൊണ്ട് CPM നേതൃത്വവും മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചോദിച്ചു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗൌരവതരമേറിയ ഒരു ആരോപണം വന്നിട്ട് അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അത് നിഷേധിക്കാൻ ആരെങ്കിലും തയ്യാറായോ? അവർക്കെതിരെ നടപടിയെടുക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? അന്വേഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന പോലീസിനുണ്ട്. അതിന് തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ കാര്യം ആലോചിക്കുമെന്നും BJP നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനിറങ്ങിയത് അതിന്റെ പ്രാഥമിക വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ എത്തിയതിനു ശേഷമാണ്. ഈ കാര്യത്തിലും ശ്രീ ശക്തിധരൻ ഒരു പരാതി നൽകുന്നിരിക്കട്ടെ. ഒരു കാര്യം എനിക്ക് യാതൊരു സംശയമില്ല, കേന്ദ്ര ഏജൻസികൾ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മടി കാണിക്കുമെന്ന്. G ശക്തിധരന്റെ ആരോപണത്തിൽ FIR ഇട്ട് അന്വേഷിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവൺമെന്റിനും പോലീസും കള്ളക്കളി കളിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ് ശക്തിധരൻ ഉന്നയിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ്? ഉടനടി തന്നെ എറണാകുളത്ത് FIR എടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണ് വേണ്ടത്. ശക്തിധരൻ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായി വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ ശക്തമായി തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. അത് വിശ്വസിക്കണം. പക്ഷേ അതനുസരിച്ച് ചലിക്കാൻ ഇവിടെ സർക്കാർ തയ്യാറാവില്ല എന്നുള്ളതാണ്. ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് CPI നേതൃത്വത്തിന്റെ അനൌദ്യോഗിക നിലപാട്. VS പിണറായി പോര് അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് VSന്റെ വിശ്വസ്തനെ പണമെണ്ണാൻ പിണറായി ഒപ്പം കൂട്ടിയെന്ന പരിഹാസം CPM സൈബർ ഗ്രൂപ്പുകളിലും നിറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ചന്ദ്രശേഖർ ആസാദിന് നേരെ ആക്രമണം. UPയിലെ സഹറൻപൂരിൽ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്? ആരാണ് ആക്രമണം നടത്തിയത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുന്നെയാണ് ഈ ആക്രമണം നടന്നത്. ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ വെച്ചാണ് ചന്ദ്രശേഖർ ആസാദിന് നേരെ വെടിയുതിർത്തത്. പക്ഷേ ഈ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തട്ടി പോവുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സാരമായ പരിക്ക് ഏറ്റിട്ടില്ല. ആരാണ് ആക്രമിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഏതായാലും ഹരിയാന ലൈസൻസ് ഉള്ള ഒരു കാറിൽ ആണ് ഇവർ എത്തിയത്. ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഹരിയാന രജിസ്ട്രേഷന്റേതായിരുന്നു. ആക്രമികൾ ഈ സംഭവ സ്ഥലത്തെത്തി ആസാദിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് സാരമായ പരിക്കുകളില്ല. പെട്ടെന്ന് തന്നെ ആസാദിനെ CHC ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില അത്ര ഗുരുതരമല്ല എന്നാണ് അവിടെ നിന്ന് ഉള്ള വിവരങ്ങളിൽ വ്യക്തമാകുന്നത്. ആരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്.
ലോകമെങ്ങും ഇസ്ലാമിക വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ആഘോഷം. സമാഗമങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കൂടിയാണ് വിശ്വാസികൾക്ക് ഈ ദിനം. പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിലിനെ ദൈവത്തിന്റെ ആജ്ഞയാൽ ബലി നൽകാനൊരുങ്ങിയ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ അനുസ്മരണമാണ് ബലിപെരുന്നാൾ. സർവ്വതും ദൈവത്തിനു മുൻപിൽ അർപ്പിക്കുക എന്ന പരിത്യാഗത്തിന്റെ വലിയ സന്ദേശം കൂടിയാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈ ദിനം. ദുൽഹജ്ജ് മാസത്തിലെ 10ാം ദിനമാണ് ബലിപെരുന്നാൾ ദിനമായി ഇസ്ലാമിക വിശ്വാസികൾ ആചരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ദുൽഹജ്ജ് 10 ഇന്നും കേരളത്തിൽ നാളെയുമാണ്. കേരളത്തിലെ മസ്ജിദുകളെല്ലാം ബലിപെരുന്നാൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. കേരളത്തിൽ മാത്രമല്ല ലോകമാസകലം ബലിപെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഹജ്ജ് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യ സാഹോദര്യമാണ്. ഒരേ വേഷം, ഒരേ മന്ത്രം, ഒരേ മനസ്സ്, അതുമായിട്ടാണ് അവിടെ ഹജ്ജാജികൾ കൂടിച്ചേരുന്നത്. അത് ലോകത്തിന് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, സാഹോദര്യം തന്നെയാണ്, മനുഷ്യത്വമാണ്, മനുഷ്യ സ്നേഹമാണ്. ഉളുഹ്യത്തറക്കാൻ പറ്റാവുന്നവരൊക്കെയും മറത്ത് സ്വാദിഷ്ടമായ ഭക്ഷങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ച് അകന്ന ബന്ധങ്ങൾ അടുപ്പിച്ച് വിട്ടുപോയ കണ്ണികൾ വിളക്കിച്ചേർത്ത് സ്നേഹരൂഢമൂലമായ പെരുന്നാളാവട്ടെ ബലിപെരുന്നാൾ. എല്ലാവർക്കും ഹൃദ്യമായ ഈദാശംസകൾ. മഴ തുറസായ സ്ഥലങ്ങളിലെ ഈദ്ഗാഹുകൾക്ക് തടസ്സമായേക്കും എന്നതുകൊണ്ട് പള്ളികൾക്ക് ഉള്ളിലാകും പ്രാർത്ഥനകൾ. പെരുന്നാൾ ദിനം ബന്ധു സുഹൃത്ത് സമാഗമങ്ങളുടെ ദിനം കൂടിയാണ്. ഒന്നിച്ചിരുന്ന് സ്നേഹവും സാഹോദര്യവും സൗഹൃദവുമെല്ലാം പങ്കുവയ്ക്കുന്ന പതിവ് മലബാറിലെ മാറാത്ത ഒരു പെരുന്നാൾ വിശേഷം കൂടിയാണ്. ന്യൂസ് 18 മലപ്പുറം. ലോകത്താകമാനമുള്ള മലയാളികൾക്ക് ബക്രീദ് ആശംസ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം നമ്മിലേക്ക് പകരുന്ന ദിനമാണ് ബലിപ്പെരുന്നാളിൻ്റേത്. സാഹോദര്യവും മതസൗഹാർദ്ദവും പുലരുന്ന നാടായി കേരളത്തെ നിലനിർത്താൻ ഈ മഹത്തായ ദിനം നമുക്ക് പ്രചോദനം പകരട്ടെ. വ്യതിരിക്തികളുടെ വേലിക്കെട്ടുകൾ ഭേദിച്ച് എല്ലാ മനുഷ്യർക്കും ഒത്തുചേർന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. ഈദുൽ അദ്ഹ ആശംസ നേർന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ത്യാഗത്തിൻ്റെയും അർപ്പണ മനോഭാവത്തെയും വാഴ്ത്തുന്ന ഈദുൽ അദ്ഹ സ്നേഹവും അനുകമ്പയും കൊണ്ട് നമ്മെ കൂടുതൽ ഒരുമിപ്പിക്കും.